പ്രിയ യുക്തിവാദി മൊണ്ണകളെ, നിങ്ങൾ മൊണ്ണകളെ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് വലിയ തെറ്റൊന്നും തോന്നണമെന്നില്ല. നിങ്ങൾക്ക് എന്നെ എന്ത് വേണ്ടത് തിരിച്ചു വിളിക്കാം. ഞാൻ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള യുക്തിവാദികളുടെ കുറേ യൂട്യൂബ് സംഭാഷണങ്ങളൊക്കെ കേട്ടു. ദൈവമില്ല, ദൈവമില്ല, ശരി, ദൈവമില്ല. ദൈവം ഉണ്ട് എന്ന് പറയണ അവൻ്റെ അടുത്ത് നിങ്ങൾ പറയുന്നൊരു മറുപടി, എന്നാൽ നിങ്ങൾ ദൈവം ഉണ്ടെങ്കിൽ ഒന്ന് തെളിയിക്കുക. ഇതേ ചോദ്യം തിരിച്ച് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവമില്ല എന്നുള്ളത് തെളിയിക്കാനായിട്ട് സാധിക്കുമോ? അത് നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾക്കൊരു കാര്യം സത്യത്തിൽ എന്താ യുക്തി? എന്തിനെ കുറിച്ച് യുക്തിക്കണ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം യുക്തി ചെയ്യാനായിട്ടുള്ള എന്ത് ബേസാണുള്ളത്? ഏതെങ്കിലും ഒരു യുക്തിക്കുന്നൊരു കാര്യം നിങ്ങൾക്കത് കറക്റ്റ് അതിൻ്റെ തെളിവ് സഹിതം കൊണ്ടുവന്ന് നിങ്ങൾക്ക് യുക്തിച്ച് ജയിപ്പിച്ച് കൊണ്ടുവരാനായിട്ട്, എന്നിട്ട് തെളിയിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതിനെ യുക്തിവാദം എന്ന് വിളിക്കാം. അല്ലാത്തതിനെ യുക്തിവാദം എന്നല്ല വിളിക്കുക, വിവരലായ്മ എന്ന് വിളിക്കുക. ഒരു യുക്തിവാദിക്ക് ദൈവമില്ല എന്ന് പറയാനായിട്ട് 50% സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ ഒരു ദൈവവിശ്വാസിക്ക് ദൈവം ഉണ്ടെന്ന് പറയാനായിട്ടുള്ള 50% സാധ്യതയുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന യുക്തിവാദികൾ, അതായത് ഇവരൊക്കെ പേര് കേട്ട് കഴിഞ്ഞാൽ കേരളക്ക് ഇടുങ്ങും. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെയല്ല, വേൾഡ് തലത്തിൽ പോലും ഈ യുക്തിവാദികൾക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, പേരും പെരുമുള്ളവരാ ഈ വന്നിരുന്നിട്ട് ഈ വിഡ്ഢിത്തം വിളിച്ച് കൂണത്. ഒരാളെ മുന്നിലിരുത്തിയിട്ട് അവനെ കൊണ്ട് ദൈവം ഉണ്ടെന്ന് പറയിപ്പിക്കുന്ന ആ ഒരു അവസ്ഥ വന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള അറിവുകൾ, ഒരു അറിവില്ലാത്ത അറിവുകൾ ഇങ്ങനെ വിളമ്പണ്. ദൈവമില്ല. ഇതെല്ലാം ഒരു കാറുണ്ടാക്കുന്നത് എങ്ങനെയാണ്? അത് ഡെവലപ്പാന്ന് അതായത് യുക്തിവാദി അല്ലാത്തവൻ പറയണു. അപ്പോൾ യുക്തിവാദി പറയണു എല്ലാം ഭൂമിയിലത്തെ സോഴ്സാണ്, അതെടുത്തിട്ട് പല രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത്, അത് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നതാണ്. ഈ ലോകം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്, നമുക്ക് അതിൻ്റെ അറ്റം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അതുണ്ടാക്കിയൊരു ദൈവം ഉണ്ടെന്ന് ഏത് ലെവലിൽ വിശ്വസിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഇവൻ യുക്തിവാദിയാണോ അത് യുക്തിരഹിതവാദിയാണോ? വിവരമുള്ള ആരെങ്കിലും അങ്ങനെ ചോദിക്കുമോ? ഈ എല്ലാം ഇട്ടു ഒരു ചെടി കുഴിച്ചിടണം. ഭൂമിയിൽ ഞാനൊരു ചെടി കുഴിച്ചിടണം. അതിന് മണ്ണ് വേണം. ആ മണ്ണുണ്ട്, ചെടിക്ക് ജീവനുണ്ട്, അതിന് വളരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഞാൻ ആ ചെടീനെ മണ്ണിൽ കുഴിച്ചിടണം. ഈ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സൂര്യപ്രകാശം കിട്ടണം. അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റൻസിൽ സൂര്യനെ കൊടുന്ന് നിർത്തി ആ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ കടക്കിൽ വെള്ളം ഒഴിക്കുന്നു, അത് വളരണു, അത് വളർന്ന് മുന്നോട്ട് വരുന്നു. സൂര്യൻ്റെ പ്രകാശമുണ്ട്, അതിന് അനുകൂലമായിട്ടുള്ള എല്ലാ, അതായത് അത് ഓക്സിജൻ സ്വീകരിക്കുന്ന, കാർബൺ ഡയോക്സൈഡ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രക്രിയകളിൽ കൂടി ഈ മരം വലുതാവുന്നു. ഈ മരം വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മരത്തിൽ കായഫലങ്ങൾ ഉണ്ടാകുന്നു. അതും മനുഷ്യന് അനുഭവിക്കാനായിട്ടുള്ളൊരു സാധ്യത കിട്ടുന്നു. ഒരു വാഴയാണെങ്കിൽ ആ വാഴ വലുതാവുന്നു, അതിൽ കൊലയുണ്ടാവുന്നു, അത് കഴിക്കാനായിട്ടുള്ള രീതിയിലുള്ള മധുരം ആ വാഴപ്പഴത്തിലുണ്ടാവണം. മനുഷ്യന് രുചികരമായിട്ടുള്ള രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു. ഈ പറയുന്ന എല്ലാ സാധ്യതകളും കഴിഞ്ഞിട്ട് ഇത് അവസാനം വരുന്നത് അത് മനുഷ്യന് ഉപകാരപ്പെട്ട് വരുന്നു. അത് അങ്ങനെ അവസാനിക്കുന്നു. വാഴയുടെ കാര്യം അങ്ങനെ ഒരു തീരുമാനമാവുന്നു. ഇത്രത്തോളം മനുഷ്യന് ആവശ്യമുണ്ട് എന്ന് കരുതി സൂര്യൻ, ഇത്രയും വലിയൊരു സൂര്യൻ അവിടെ കൊണ്ടു നിർത്തിയിരിക്കുക. അതിൻ്റെ പ്രകാശം വേണം, മരം വേണം, മണ്ണ് വേണം, വളരാനായിട്ടുള്ള സാഹചര്യം വേണം, ഓക്സിജൻ വേണം, എന്താ പറയുക, എന്തെല്ലാം ഘടകങ്ങൾ ചേർത്ത് നമുക്ക് അങ്ങനെ ഒരു ഡാറ്റ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു 1000 സൂപ്പർ കമ്പ്യൂട്ടർ വേണ്ടി വരും. അതിൻ്റെ ഡാറ്റ മാത്രം ഉണ്ടാക്കിയിട്ട് ആ ഡാറ്റ സൂക്ഷിക്കണമെങ്കിൽ അത്രയും പ്രക്രിയ കഴിഞ്ഞിട്ടാണ് നിൻ്റെ കയ്യിലൊക്കെ കിട്ടുന്ന ഒരു പഴം എത്തണത്. ആ പഴം നീ കഴിക്കണ്ടല്ലോ, നീ ഭക്ഷണം കഴിക്കണ്ടല്ലോ, ഇതെല്ലാം നിന്നിലേക്ക് എത്തണോട് കൂടിയിട്ട് അത് അവിടെ അവസാനിക്കണം, ആ പ്രക്രിയ അവിടെ അവസാനിക്കണം. ഇതെല്ലാം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയിലേക്ക് എത്തിയ ആ പ്രക്രിയ അവിടെ അവസാനിക്കുമ്പോൾ നീ ഒന്ന് ചിന്തിക്കുക. നിനക്കിത് ആവശ്യമുണ്ട്, നിനക്ക് ഊർജത്തിന്, നിൻ്റെ വളർച്ചയ്ക്ക്, നിൻ്റെ ചിന്തയ്ക്ക്, നിനക്ക് വളർന്ന് മുന്നോട്ട് പോകാനും പ്രവർത്തിക്കാനും എല്ലാത്തിനും ഇത് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ, അതായത് ഒരു വാഴപ്പഴമായാലും എന്ത് സാധനങ്ങളായാലും നിന്നിലേക്ക് എത്തിച്ച് ആ എത്തിച്ച സാധനം നിന്നിൽ കൂടി ഒരു പ്രവർത്തനം നടത്തി നിനക്ക് ഊർജം തന്ന് നിന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന ആ ശക്തിയാണ് ദൈവം. തന്നെ എല്ലാം കൂടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവണേ. എവിടെയെങ്കിലും ഇങ്ങനെ പറയാൻ ഒരു 10,000 കാര്യങ്ങൾ
ഈ ചെടി വളരുന്നതും ഫലമുണ്ടാകുന്നതും നിൻ്റെ അടുത്ത് എത്തുന്നതും നീ അത് ഉപയോഗിച്ച് ഊർജ്ജത്തോടുകൂടി ജീവിക്കുന്നതും നീ പ്രവർത്തി ചെയ്യുന്നതും ദൈവമില്ല എന്ന് കുറ്റം പറയാനെങ്കിലും നിന്നെ പ്രാപ്തമാക്കുന്നത് ഇത്രയും പ്രക്രിയ കഴിഞ്ഞിട്ടാണ് നിന്നെ കൂടെ നിർത്തുന്നത്. ആ നീ ഒരു ഒറ്റടി പറയണത് ദൈവമില്ല എന്ന്. അവിടെ ഇതൊന്നും ഇതൊക്കെ ഒരു ഡെവലപ്മെൻ്റ് ആണ് എന്നുള്ളത് നിനക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കിക്കൂടെ? ഈ ഭൂമിയിൽ മണ്ണുണ്ട്, ഇതൊക്കെ ഇത്രയും പ്രക്രിയകൾ കഴിഞ്ഞിട്ട് നിൻ്റെ അടുത്ത് എത്തുമ്പോൾ അത് ചിന്തിക്കുന്ന അത് സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് ചിന്തിക്കുന്നതാണോ ഏറ്റവും നല്ലത്? ദൈവമില്ല എന്ന് പറയണതാണ് ഏറ്റവും എളുപ്പം. 50% പോയിട്ട് 99% ദൈവം ഉണ്ട് എന്നുള്ളതിനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. 1% വെച്ചിട്ടാണ് നീ ഈ ബുദ്ധിജീവി കളിക്കണത്. ഞാൻ പറഞ്ഞില്ലേ, നീയൊക്കെ ഒരു വിഡ്ഢിയ. യുക്തിവാദികളെ നിങ്ങൾ ഈ വിഡ്ഢികളാണ്. ദൈവമില്ല എന്ന് പറയണമെങ്കിൽ ദൈവമില്ല എന്ന് വിചാരിച്ച് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമാണ് ലോകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല. മൂല്യങ്ങൾ ഉണ്ടാവില്ല, അവന് വിശ്വാസം ഉണ്ടാവില്ല, അവൻ തകർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് പോവും. ഇന്ന് മൃഗങ്ങളെങ്ങനെ ജീവിക്കണേ അതിനേക്കാളും കഷ്ടത്തിലേക്ക് അതമ്പതിച്ച് പോയേനെ മനുഷ്യൻ. നീ യുക്തിവാദിയായത് നിന്നെ യുക്തിക്കാനായിട്ട് ഇവിടം വരെ എത്തിച്ച ആ ദൈവത്തിനെ നീ തള്ളി പറയണമെന്ന് ഓർത്തിട്ട് നീ യുക്തിച്ചോളാം. ഞാൻ എൻ്റെ രീതിയിൽ പറയുക, നിങ്ങൾക്ക് ഈ യുക്തിവാദികളെന്ന് പറയുന്ന ഈ വർഗത്തിന് നിങ്ങൾ മൊണ്ണകളാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ശരിയെന്ന് പറയണത് ഇത്തിരി കടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജനിച്ചത് പോലും നിങ്ങൾ യുക്തിക്കും. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല.